ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. നമ്മുടെ മലയാള സിനിമയിലെ മുതിർന്ന താരവും മെഗാ സ്റ്റാറും വലിയ താരം എന്നൊക്കെ ആരാധകർ അവകാശപ്പെടുന്ന നടനുമാണല്ലോ മമ്മൂട്ടി ചേട്ടൻ. മമ്മൂട്ടിയുടെ ജന്മദിനത്തിൽ വീടിന് മുന്നിൽ നിൽക്കുന്ന ആളുകളെ കാണുമ്പോൾ അന്യസംസ്ഥാന സിനിമാ പ്രേമികളെല്ലാം തന്നെ അത് കാണുമ്പോൾ വിചാരിക്കും നമ്മുടെ കേരളത്തിലെ വലിയ താരം മമ്മൂട്ടിയാണ് ബോക്സ് ഓഫീസിൽ കിങ് എന്നൊക്കെ. എന്നാൽ യഥാർത്ഥ സത്യം നമ്മുടെ മലയാളികൾക്ക് മാത്രമല്ലേ അറിയൂ. ഇന്നിപ്പോഴത്തെ രജനികാന്തിന്റെ ഏറ്റവും പുതിയ സിനിമ കൂലി തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. സിനിമ കൂടി തിയേറ്ററുകളിലേക്ക് എത്തിയതോടെ സിനിമയുടെ ആദ്യ ദിവസത്തെ ബോക്സ് ഓഫീസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വന്നതോടെ നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ നേരത്തെ ലാലേട്ടനും വിജയ്ക്കും പിന്നിലായിരുന്ന മമ്മൂട്ടി ചേട്ടൻ ഇപ്പോഴത്തെ രജനികാന്തിനും പിന്നിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ മരിക്കാനായിട്ട് വരെ ഫോളോവേഴ്സ് ഉള്ള ഒരു താരമാണ് മമ്മൂട്ടി എങ്കിൽ തിയേറ്ററുകളിൽ ആദ്യ ദിവസം സിനിമ കാണാനായിട്ട് ആ ലെവൽ ഒരു ക്രേസ് ഒന്നും തന്നെ ഇല്ല. അത് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. മമ്മൂട്ടി ചേട്ടന്റെ ഒരൊറ്റ സിനിമ പോലും നിലവിൽ ടോപ്പ് 5 FT കേരള കളക്ഷന്റെ കാര്യത്തിലില്ല എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. ബോക്സ് ഓഫീസ് പവറിന്റെ കാര്യത്തിൽ മലയാളി താരങ്ങളിൽ എന്നും ലാലേട്ടന് പിന്നിലായിരിക്കുന്ന മമ്മൂട്ടി ചേട്ടൻ നിലവിലെ എമ്പുരാന്റെ 14 കോടി കളക്ഷന്റെ പകുതി കളക്ഷൻ പോലും ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ കണ്ടിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ടർബോ എന്ന സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള ഗ്രോസ് 6 കോടി 15 ലക്ഷമാണ് മമ്മൂട്ടിയുടെ കരിയർ ബെസ്റ്റ്. അതിനേക്കാൾ മുകളിലുണ്ട് ഒടിയന്റെ കേരള ഗ്രോസ്, അതിനേക്കാൾ മുകളിലുണ്ട് KGFന്റെ FT കേരള ഗ്രോസ്, യാഷ് നായകനെത്തിയ സിനിമയുടെ കളക്ഷൻ. ഇപ്പോഴത്തെ ഇന്നത്തെ കൂലിയുടെ റിലീസോടെ കേരള ബോക്സ് ഓഫീസിൽ ആദ്യമായിട്ട് മമ്മൂട്ടിക്ക് മുന്നേ രജനികാന്ത് 8 കോടിയിലധികം കളക്ഷൻ കണ്ടിരിക്കുന്നു. രജനിക്ക് മുകളിലാണെങ്കിൽ ലിയോ എന്ന വിജയ് ചിത്രം 12 കോടി കളക്ഷനുമായിട്ടുണ്ട്. ഇനിയിപ്പോ കേരള ബോക്സ് ഓഫീസിൽ ആദ്യത്തെ 50 കോടി കളക്ഷൻ നോക്കുകയാണെങ്കിലും മമ്മൂട്ടിക്ക് നിലവിൽ കണി കാണാൻ പോലും കേരള ബോക്സ് ഓഫീസിൽ 50 കോടി കളക്ഷൻ ഇല്ല. എന്നാൽ രജനികാന്തിന് ജയിലർ എന്ന സിനിമയിലൂടെ 50 കോടി ഉണ്ട്. ഒരുപക്ഷെ കൂലി കൂടി പോസിറ്റീവ് ആയിരുന്നെങ്കിൽ രണ്ടാമതൊരിക്കൽ കൂടി മമ്മൂട്ടി 50 കോടി കാണുന്നതിന് മുന്നേ കൂലിയിലൂടെ വീണ്ടും രജനികാന്ത് കേരള ബോക്സ് ഓഫീസിൽ 50 കോടി കണ്ടേനെ. അപ്പോൾ ആകെ മൊത്തം നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ മെഗാസ്റ്റാറാണ് മമ്മൂട്ടി എങ്കിൽ പോലും മമ്മൂട്ടിയേക്കാൾ കൂടുതൽ റെക്കോർഡുകൾ അന്യഭാഷാ നടന്മാർ വരെ ഇവിടെ കേരളത്തിൽ നേടിയെടുക്കുകയാണ്. ലാലേട്ടന്റെ കാര്യം പിന്നെ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. മമ്മൂട്ടിയേക്കാൾ എത്രയോ ബഹുദൂരം മുന്നിലാണ് ലാലേട്ടന്റെ ബോക്സ് ഓഫീസ് പവർ. ഇനിയിപ്പോൾ ലാലേട്ടനെ കൂട്ടുപിടിച്ച് വരുന്ന പേട്രിയറ്റിലൂടെ അല്ലാതെ മമ്മൂട്ടിക്ക് ഒറ്റയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ 50 കോടി കളക്ഷൻ കാണാൻ കഴിയുമോ, റെക്കോർഡ് ഇടാനായിട്ട് കഴിയുമോ എന്നാണ് നമ്മുടെ ഒരു ചോദ്യം. മമ്മൂട്ടി ചേട്ടന്റെ ബോക്സ് ഓഫീസ് പവർ ഇവിടുത്തെ ജനങ്ങൾ കാണട്ടെ, ഒന്ന് കാണിച്ചു തരുമോ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു.